ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ സീത് പാറയിൽ പാർലമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 150 മീറ്റർ ദൂരം മാത്രം വീട് വെക്കാനും അതുപോലെ തന്നെ ഹൗസ് പ്ലോട്ടുകളാക്കാനും പറ്റുന്ന ഒരു അടിപൊളി 63 സെന്റ് സ്ഥലം വിൽപ്പനക്കുണ്ട്. അതിൻ്റെ വീഡിയോ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം. ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ കേരളശ്ശേരി പഞ്ചായത്തിൽ കേരളശ്ശേരി എന്ന സ്ഥലത്ത് തന്നെയാണ് ഈ അടിപൊളി 63 സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കേരളശ്ശേരി സെൻറ്ററിൽ നിന്ന് ഇതിലേക്ക് വെറും 250 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. അതുപോലെ തന്നെ കോങ്ങാട് ടു പത്തിരിപ്പാല ബസ് റൂട്ടിൽ നിന്ന്, അത് മെയിൻ ബസ് റൂട്ടാണ്, ഈ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും 150 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ആ 150 മീറ്റർ ദൂരം വണ്ടികളെല്ലാം വരുന്ന നല്ല റോഡ് തന്നെയാണ് ഇതിലേക്കുള്ളത്. അതിൽ 100 മീറ്റർ ദൂരം കോൺക്രീറ്റ് റോഡും ഒരു 50 മീറ്റർ ദൂരം മാത്രം മൺ റോഡുമാണ് ഇതിലേക്കുള്ളത്. ഇതിൽ 63 സെന്റ് സ്ഥലമാണുള്ളത്. ഈ 63 സെന്റ് സ്ഥലം നിരന്ന സ്ഥലം തന്നെയാണ്. യാതൊരുവിധ ചെരുവുമില്ലാതെ നിരന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലം തന്നെയാണിത്. അതുപോലെ തന്നെ നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത്. കൂടാതെ യാതൊരുവിധ പാറകളോ ഒന്നുമില്ലാതെ നിരന്ന് കിടക്കുന്ന ഫുൾ മണ്ണ് തന്നെയാണ് ഇതിലുള്ളത്. ഈ 63 സെന്റ് സ്ഥലത്തിലേക്ക് 2 സൈഡ് റോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 63 സെന്റ് സ്ഥലത്തിൻ്റെ ഒരു സൈഡ് മുഴുവനും തന്നെ റോഡ് തന്നെയാണ്. ഈ സ്ഥലം നിങ്ങൾക്ക് നല്ല 1-2 വീടുകൾ വെച്ച് താമസിക്കാനോ, ഇനി അതല്ലെങ്കിൽ 5 സെന്റ് 10 സെന്റ് തുടങ്ങിയ രീതിയിൽ പ്ലോട്ടുകളാക്കി തിരിച്ച് കൊടുക്കാനും പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും 150 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. വീടുകളെല്ലാം ഉള്ള ഏരിയ തന്നെയാണ് ഇത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഈ സ്ഥലം നിങ്ങൾക്ക് വല്ല കമ്പനികൾക്കോ, ഇനി അതല്ലെങ്കിൽ ഗോഡൗണുകൾക്കോ, അങ്ങനെ വല്ല കമ്പനി പർപ്പസുകൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും 250 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ വെറും 500 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിലും 500 മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ 1.5 കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത്. ഇവിടെ നിന്ന് വെറും 500 മീറ്ററിനുള്ളിൽ തന്നെയാണ് പഞ്ചായത്ത്, വില്ലേജ്, അതുപോലെ പോസ്റ്റ് ഓഫീസ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതേപോലെ ബാങ്കുകൾ, ഇവയെല്ലാം തന്നെ ഉള്ളത്. ഞാൻ പറഞ്ഞിരുന്നു കേരളശ്ശേരി ടൗണിലേക്ക് വെറും 250 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്ന്. അവിടെ ഇവയെല്ലാമുള്ള വലിയൊരു സെൻറ്റർ തന്നെയാണ്. അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് വെറും 18 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ്. ഇതിൽ ഓപ്പൺ കിണറോ, ഇനി അതല്ലെങ്കിൽ ബോർവെല്ലോ കുഴിക്കുകയാണെങ്കിൽ സുലഭമായ വെള്ളം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ തൊട്ട വീടുകളിലെല്ലാം തന്നെ ഓപ്പൺ കിണർ ഉള്ളതാണ്. ഇനി ഇതിൻ്റെ വിലയിലേക്ക് വരാം. അപ്പോൾ വീട് വെക്കാനും അതുപോലെ തന്നെ പ്ലോട്ടുകളാക്കി തിരിച്ചു കൊടുക്കാനും പറ്റുന്ന ഒരു അടിപൊളി 63 സെന്റ് സ്ഥലം, അതും ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. വെറും 150 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഈ 63 സെന്റ് സ്ഥലത്തിന് സെന്റിന് വെറും 50,000 രൂപ മാത്രമാണ് ഓണർ പറയുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ്, നമുക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന 63 സെന്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ പാറയിൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ പാറയിൽ മെഡിസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.